ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. മുൻ വർഷ ചോദ്യപേപ്പറാണ്, അതായത് 2022-23 വർഷത്തെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പർ നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൂടുതലും നമ്മുടെ സ്വന്തം അനുഭവങ്ങളും സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് എഴുതേണ്ട ചില കാര്യങ്ങളാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അധികം വന്നിരിക്കുന്നത്. കൂടുതലും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്നിട്ട് കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു പാസേജാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് ശരിയായ ഉത്തരം എഴുതിയാൽ 5 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എ ഗ്രേഡാണ്. ഓക്കെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം അന്നും വീട്ടുചെലവിനുള്ള നെല്ല് കിട്ടാവുന്ന കൃഷിയുണ്ട്. അമ്മയാണ് കൃഷിക്കാരി. കാലുള്ള ഒരു വലിയ കുടയുമാണ് അമ്മ പാടത്ത് പോവുക. വാസ്തവത്തിൽ അതൊരു അഭംഗിയായിരുന്നു. സ്ത്രീകൾ എപ്പോഴും ലേഡീസ് കുട ചൂടി നടക്കുന്നത് കാണാനാണ് ചന്തം. അമ്മ മുന്നിൽ നടക്കും, പിന്നിൽ വാലായി ഞാനും. വെള്ളം നിറഞ്ഞ് പുഴ പോലെ കിടക്കുന്ന ഇടത്തോടിൻ്റെ അരികിൽ കന്നുപൂട്ടുകാരും കളകൾക്കും പോകാനുള്ള വീതിയേറിയ വരമ്പിലൂടെയാണ് നടത്തം. ഇരുവശത്തും പെണ്ണുങ്ങൾ ഞാറ് പറിക്കുകയും നടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. കള്ളിമുണ്ടും ബ്ലൗസുമാണ് പ്രധാന വേഷം. ചുരിദാറി നൈറ്റുമൊന്നും ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്ക് അന്ന് എത്തി നോക്കിയിട്ടില്ല. നടക്കുന്നതിനിടെ പാടത്ത് പല ഭാഗത്തു നിന്ന് ഞാറ്റുപാട്ട് കേൾക്കാം. ഒരാൾ പാടിക്കൊടുക്കും, മറ്റുള്ളവർ ഏറ്റുപാടും. ജോലിയുടെ ക്ഷീണം അറിയാതിരിക്കാനാണ് അവർ പാടുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. വടക്കം പാട്ടിലെ കഥകളാണ് അധികവും. കൊയ്ത്തുകാലത്തും പാട്ടിനൊരു പഞ്ഞവും ഉണ്ടാകാറില്ല. കൃഷി മലയാളിയുടെ ഉത്സവമായി മാറുന്ന കാലമായിരുന്നു അത്. സത്യൻ അന്തിക്കാട് ഒരു അന്തിക്കാടൻ കൃഷി അനുഭവം എന്ന ലേഖനത്തിലുള്ളതാണ്. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ നോക്കാം. സത്യൻ അന്തിക്കാട്ടിൻ്റെ വീട്ടിൽ ആരുടെ മേൽനോട്ടത്തിലാണ് കൃഷി നടന്നിരുന്നത്? അതിവിടെ തന്നെ ഉണ്ട്. എന്താണ്, അമ്മയാണ് കൃഷിക്കാരി. കാലുള്ള ഒരു വലിയ കുരാമവള. വാസ്തവത്തിൽ അതൊരു അപകട സ്ത്രീകൾ എപ്പോഴും. അപ്പോൾ അമ്മയുടെ മേൽനോട്ടത്തിലാണ് അമ്മയാണ് കൃഷിക്കാരി എന്നതൊന്നും തന്നെ മനസ്സിലാക്കുക. അമ്മയുടെ മേൽനോട്ടത്തിലാണ് കൃഷി നടന്നിരുന്നത്. അഭംഗിയാണെന്ന് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? അമ്മ പാടത്ത് പോകുന്നത്, അമ്മ കാലുള്ള വലിയ കുട ചൂടുന്നത്, കള്ളിമുണ്ടും ബ്ലൗസും ധരിക്കുന്നത്. ഇപ്പോൾ അമ്മ കാലുള്ള വലിയ കുട ചൂടുന്നതാണ് അഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃഷിപ്പണിയെടുക്കുന്ന സ്ത്രീകൾ ജോലിക്കിടയിൽ പാട്ട് പാടുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ക്ഷീണം അറിയാതിരിക്കാനാണ്. ജോലിയുടെ ക്ഷീണം അറിയാതിരിക്കാനാണ് അവർ പാടുന്നത്. അപ്പോൾ എന്താണ്? ജോലിയുടെ ക്ഷീണം അറിയാതിരിക്കാൻ. ഓക്കെ, ക്ഷീണം അറിയാതിരിക്കാൻ. ഈ ഖണ്ഡികയെ സൂചിപ്പിക്കുന്നത് ഏത് കൃഷിയെക്കുറിച്ചാണ്? അപ്പോൾ തെങ്ങ്, വാഴ, നെല്ല്. അപ്പോൾ നെല്ലിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ചന്തം എന്നതിന് സമാന പദം കണ്ടെത്തെഴുതുക. ഭംഗി. ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എല്ലാത്തിനും ഈ 5 മാർക്ക് ആരും മിസ്സാകരുത്. കാരണം ഈ ഒരു പാസേജിൽ തന്നെ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. ഇതിന്ന് പുറത്തു നിന്നോ ഒരു ചോദ്യവും ചോദിക്കില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. അപ്പോൾ ക്ലാസ് പതിപ്പിലേക്കായി സന്ധ്യാസമയത്തെ കാഴ്ചകളുടെ വർണ്ണന തയ്യാറാക്കുവാണ് സ്നേഹ. ടെറസിൽ നിന്നുള്ള ദൂരക്കാഴ്ചയിൽ നിറയുന്ന ദൃശ്യങ്ങൾ അവൾ എഴുതാൻ തുടങ്ങി. ആകാശത്താരോ പുഴഞ്ഞിരുന്ന് ചുവപ്പും കുങ്കുമവും മഞ്ഞവും സ്വർണ്ണ നിറമൊക്കെ വാരിപ്പൂശിയ പോലെ എന്തൊരു തുടുപ്പാണ് സൂര്യൻ. സ്നേഹ എഴുതുന്ന മനോഹര കാഴ്ചകളെ പൂർത്തിയാക്കാൻ സഹായിക്കുക. അപ്പം പ്രകൃതി വർണ്ണന, അതായത് സ്നേഹ ആ കണ്ട അനുഭവം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കിൽ എഴുതാനാണ്. അപ്പോൾ വർണ്ണന തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ കണ്ടും കേട്ടും വായിച്ചും അനുഭവിച്ച കാര്യങ്ങൾ ആസ്വദിച്ചിട്ടാണ് നമ്മൾ വർണ്ണന തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് എന്താണ്, നമ്മൾ എഴുതുമ്പോൾ അത് വായിക്കുന്ന ആൾക്ക് അത് അനുഭവപ്പെടുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ വർണ്ണന എഴുതൽ. അതേപോലെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ നമ്മൾ എഴുതിയാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? അന്തിക്കതിർ വാരിവില്ല് വരിച്ചു കളിക്കുന്നത് എവിടെ? കാട്ടുപുല്ലുകളിൽ പാളിയിൽ നീരത തൊണ്ടിൽ. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം നീരത തൊണ്ടിയിലാണ്. അപ്പോൾ സ്നേഹ കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം ഒന്ന് പൂരിപ്പിച്ച് നോക്കാം. മലനിരകൾക്കിടയിലൂടെ ചുവന്ന സൂര്യൻ താഴ്ന്നിറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ്. അസ്തമയ കാഴ്ചകൾ കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. സന്ധ്യ മയങ്ങുമ്പോൾ ഭൂമിയുടെ നിറം വെള്ളയിൽ നിന്ന് ഓറഞ്ചായി മാറും. അങ്ങനെയൊക്കെ നമുക്ക് ആലങ്കാരികമായ ഭാഷ ഉപയോഗിച്ച് അല്ല അക്ഷരത്തെറ്റില്ലാതെ എഴുതിയാലും നമുക്ക് 4 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആസ്വാദന കുറിപ്പാണ്. കുടയില്ലാത്തവൻ.
ഇന്നും മഴ പതിവ് തെറ്റിച്ചിട്ടില്ല. സ്കൂൾ വിട്ടതും മഴയും തുടങ്ങി. കൂടെയുള്ളവരെല്ലാം മഴയുടെ വരവിനെ സ്വാഗതം ചെയ്ത് വീട്ടിൽ. കണ്ണൻകുട്ടിയുടെ ക്ലാസ്സിലെ സുരേഷിന് കുടയില്ല. അവനാണെങ്കിൽ കാലിന് സുഖമില്ലാത്ത കുട്ടിയും. അവന് പോകേണ്ടത് മറ്റൊരു വഴിക്കായതിനാൽ കണ്ണൻകുട്ടിക്ക് അവനെ കൂടെ നിർത്താനും കഴിയില്ല. സുരേഷേ, ഈ കുട നീ കൊണ്ടുപോയിക്കോ, ഞാൻ മഴ തോർന്നു പോയിക്കോളാം, കണ്ണൻകുട്ടി കുട നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആദ്യമൊന്നും മടിച്ചെങ്കിലും അവൻ കുട വാങ്ങിച്ചു. മഴ തിമിർത്തു പെയ്യുകയാണ്. സ്കൂൾ വരാന്തയിൽ ഇപ്പോൾ കുട്ടികളായിട്ട് കണ്ണൻകുട്ടി മാത്രമേ ഉള്ളൂ. തുള്ളിക്കൊരു കുടം മഴ, തുമ്പിക്കൈവണ്ണത്തിൽ മഴ. കണ്ണൻകുട്ടി കുട നീട്ടിക്കൊണ്ട് പറഞ്ഞു. മഴ തിമിർത്ത് പെയ്യുകയാണ്. സ്കൂൾ വരാന്തയിൽ ഇപ്പോൾ കുട്ടികളെ കണ്ണൻകുട്ടി വേണം. തുള്ളിക്കൊരുവൻ, അതൊക്കെ നമ്മൾ വായിച്ചു. അവൻ മഴയെ വായിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴതാ കുടയുമായി അമ്മ ഓടി വരുന്നു. എനിക്കറിയാം നിൻ്റെ കുട കൂട്ടുകാർക്ക് കൊടുത്തു കാണുമെന്ന്. കുട നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു. അമ്മയോടൊപ്പം വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൻ സുരേഷിനെ കുറിച്ച് പറഞ്ഞു. അവൻ്റെ കാലിന് സുഖമില്ല, പാവം, ആ കുട അവൻ എടുത്തോട്ടെ. അമ്മ ഒന്ന് മുളുക മാത്രം ചെയ്തു. പോകുന്ന വഴിക്ക് അവൻ ഒന്നുകൂടി പറഞ്ഞു. അമ്മ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കെ പല്ലശന. കഥ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. തലക്കെട്ടിനെ കുറിച്ച് എഴുതാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം വായിക്കുക. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് ചെറുങ്ങനെ ഒന്നൊരു ആസ്വാദനക്കുറിപ്പ് നോക്കാം. കുടയില്ലാത്തവൻ എന്ന കഥയിൽ കണ്ണൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യമാണ് നാം കാണുന്നത്. കുടയില്ലാത്ത കൂട്ടുകാരന് കുട കണ്ണ് നൽകുമ്പോൾ സ്നേഹത്തിൻ്റെ പെരുമഴയിലാണ് നാം നനഞ്ഞു കുതിരുന്നത്. കവിതയുടെ തലക്കെട്ട് ആശയവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. എല്ലാവർക്കും വളരെ വേഗം ആശയം ഉൾക്കൊള്ളാൻ കഴിയും വിധം, വളരെ ലളിതമായ വിധം വാക്കുകൾ കൊണ്ട് സമൃദ്ധമാണ് കുടയില്ലാത്തവർ എന്ന ഈ കഥ. സ്നേഹത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന എല്ലാ മനുഷ്യരും നമ്മുടെ കൂടപ്പിറവുകളാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വായനക്കാരെ സ്നേഹത്തിൻ്റെ കൊട ചൂടിക്കുന്ന ഈ കഥ ഒരിക്കൽ വായിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കും. കണ്ണന് സുഹൃത്തിനോടുള്ള സ്നേഹത്തോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ മായാതെ നിൽക്കുന്നതാണ് അമ്മയുടെ ചിത്രം. മകൻ സ്വന്തം കുട കൂട്ടുകാരന് കൊടുത്ത് നനഞ്ഞിട്ടാണ് വരിക എന്ന് അമ്മ മുൻകൂട്ടി കണ്ട കുടയുമായി കാത്തു നിൽക്കുന്നു. ഇവിടെ സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖം കാണാം. അപ്പോൾ ഇങ്ങനെ ലളിതമായ രീതിയിൽ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു ചോദ്യം കൂടിയുണ്ട്. അതിനോടൊപ്പം തന്നെ വേറൊരു ചോദ്യമുണ്ട്. എന്താണ്? കാഴ്ച വയ്ക്കുവാൻ മുത്തുകൾ ഏന്തി നിൽക്കുന്നത് ആരെന്നാണ് സാധ്യമെന്ത് എന്ന കഥയിൽ പറയുന്നത്. മുല്ലപ്പൂക്കൾ, ചെമ്പകങ്ങൾ, കാട്ടുപുല്ലുകൾ. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ്? കാട്ടുപുല്ലുകൾ. അപ്പോൾ നമ്മൾ ആസ്വാദനക്കുറിപ്പിന് നമുക്ക് 4 മാർക്കാണുള്ളത്. അപ്പോൾ നമ്മൾ തലക്കെട്ടിന് കഥയിലുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് എഴുതിയിട്ടുണ്ട്, നമുക്കൊരു മാർക്ക്. പിന്നെ കഥയിലെ പ്രധാന ആശയം, അവരുടെ സ്നേഹത്തിൻ്റെ, അതായത് സഹജീവിയോടുള്ളൊരു സ്നേഹമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ഒത്തിണങ്ങി നിങ്ങൾ നല്ലൊരു ആസ്വാദനക്കുറിപ്പാണ് നിങ്ങൾ എഴുതിയെങ്കിൽ 4 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് താരതമ്യക്കുറിപ്പാണ്. മണ്ണിട്ട് മൂടിയ വയലുകളെല്ലാം തിരിച്ചു വന്നെങ്കിൽ, വെട്ടി വീഴ്ത്തിയ കരിമ്പനകൾ മുളച്ചു വന്നെങ്കിൽ, മണലെടുപ്പും പ്ലാസ്റ്റിക് എറിയലും നിർത്തിയിരുന്നെങ്കിൽ, ഒഴുക്കുനിലച്ച പുഴകളെല്ലാം തിരിച്ചു വന്നെങ്കിൽ, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അവസാനിച്ചിരുന്നെങ്കിൽ, മഹാവ്യാധികളെല്ലാം നാടിന് പുറത്തു പോയെങ്കിൽ, പ്രകൃതിയാ അമ്മയെന്നും ചിരിച്ചു നിന്നേനെ. കവിതയിലൂടെ ശ്രീഷിത പറഞ്ഞ കാര്യങ്ങൾ വായിച്ചുവല്ലോ. സാധ്യമെന്ത് എന്ന കവിതയിലൂടെ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ നാം പരിചയപ്പെട്ടു. 2 കവിതകളെയും താരതമ്യം ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ മാധവൻ അയ്യപ്പത്തിൻ്റെ മനോഹരമായ കവിതയാണ് സാധ്യമെന്ത്. അതിലെന്താണ് പറയുന്നത്? പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചാണ് കവി അതിൽ പറയുന്നത്. അപ്പോൾ പ്രകൃതി സൗന്ദര്യത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ് കവി, അല്ലേ? എന്താണ് സാധ്യമെന്ത് എന്ന കവിത പറയുന്നത്? എപ്പോഴും വേവലാതിയാണെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്നാണ് കവി ചോദിക്കുന്നത്. പുഞ്ചിരി നിറഞ്ഞ പ്രഭാതം, പ്രകൃതി സൗന്ദര്യങ്ങളെ കുറിച്ച് പറയാണ്. എന്താണ്? പുഞ്ചിരി നിൽക്കുന്ന പ്രഭാതം, പൂഞ്ചിറക് വിടർത്തുന്ന കിളികൾ, പൂക്കൾ നിറഞ്ഞ വനികൾ, മനോഹരമായ കാഴ്ചകളാണ്. പക്ഷെ നമ്മൾ അതിലൊന്നും കാണാൻ താല്പര്യപ്പെടാതെ എപ്പോഴും വേവലാതിയിലാണ്. ഈ ഓട്ടത്തിനിടയിൽ നമുക്കുള്ള തലോടൽ നാം അറിയാതെ പോകുന്നു. പക്ഷേ കുട്ടികൾ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട്.
പിന്നെ മേഘത്തുണ്ടുകളിൽ അസ്തമയ സൂര്യൻ മഴവില്ല് വരച്ച് കളിക്കുമ്പോഴും ആട് മേയ്ക്കുന്ന പെൺകിടാവിനെ പാട്ടിൽ വെയിൽ അലിഞ്ഞു ചേരുമ്പോൾ തന്നിരിക്കുന്ന കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. മണ്ണ് മൂടിയ വയലുകളെല്ലാം തിരിച്ചു വന്നെങ്കിൽ, അതായത് മൂടിയ വയലുകളൊക്കെ തിരിച്ചു വന്നെങ്കിൽ എന്ന് കവി ആഗ്രഹിക്കുകയാണ്. വെട്ടി വീഴ്ത്തിയ കരിമ്പനകൾ മുളച്ചു വന്നെങ്കിൽ, അതായത് മനുഷ്യർ വെട്ടി വീഴ്ത്തിയ കരിമ്പനകളെല്ലാം മുളച്ചിരുന്നു എങ്കിൽ, മണലെടുപ്പും പ്ലാസ്റ്റിക് എറിയലും നിർത്തിയിരുന്നു എങ്കിൽ, പുഴയിൽ നിന്ന് മണലെടുക്കലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് എറിയലും ഒന്ന് നിർത്തിയിരുന്നു എങ്കിൽ, ഒഴുക്ക് നിലച്ച പുഴകളെല്ലാം തിരിച്ചു വന്നെങ്കിൽ, അപ്പോൾ ഒഴുക്ക് നിലച്ച പുഴകളൊക്കെ തിരിച്ചു വന്നെങ്കിൽ, അവരുടെ ഒഴുക്ക് തിരിച്ചു വന്നെങ്കിൽ, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അവസാനിച്ചിരുന്നെങ്കിൽ, മഹാവ്യാധികളെല്ലാം നാടിന് പുറത്തായെങ്കിൽ, പ്രകൃതിയായ അമ്മ എന്നും ചിരിച്ചു നിന്നേനെ. ഇതെല്ലാം തിരിച്ചു വന്നെങ്കിൽ, പോയ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ തിരിച്ചു വന്നെങ്കിൽ പ്രകൃതിയാവുന്ന അമ്മ ചിരിച്ചു നിന്നേനെ എന്ന് ആഗ്രഹം ശ്രീഷിത കവിതയിലൂടെ പറയുകയാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ രണ്ട് കവിതകളിലും പറയുന്നത്. ഓക്കെ, ഇനി പുഴ എന്ന പാഠഭാഗത്ത് കല്ലായി പുഴയാണ്, അഴിമുഖം അകലെ കാണാം എന്ന വാക്യമുണ്ട്. എന്താണ് അഴിമുഖം? അഴിമുഖം എന്ന് പറഞ്ഞാൽ പുഴയുടെ ഉറവിടമാണോ, പുഴ കടലിൽ ചേരുന്ന ഭാഗമാണോ, കടലോരമാണോ? അപ്പോൾ പുഴ കടലിൽ ചേരുന്ന ഭാഗമാണ് അഴിമുഖം എന്ന് പറയുന്നത്. ഇനി ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ്? പുറത്ത് മഴ ചാറുന്നുണ്ട്. ഞാൻ എൻ്റെ ഓലക്കുട മറന്നില്ല. കാവിൻപടിയിൽ നിന്നുള്ള വീതിയുള്ള വരമ്പ് ചെന്നെത്തുന്നത് മൺറോഡിലേക്കാണ്. വള്ളിപ്പുല്ലുകൾക്കിടയിലെ ചവിട്ടുവഴി നിറയെ ചെളിയാണ്. ഞാറു നട്ടിട്ടേറെയാകാത്ത കണ്ടങ്ങളിൽ ചെളി വെള്ളം നിറഞ്ഞിരിക്കുന്നു. വരമ്പിലെ വീതി കൂടിയ കഴായ ഞാൻ പണിപ്പെട്ട് തളം കെട്ടി നിൽക്കുന്ന ചെളിവെള്ളമെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്കൂളിലെത്തിയപ്പോഴേക്കും പ്രാർത്ഥന തുടങ്ങിയിരുന്നു. മഴ കാരണം കുറേ ദിവസങ്ങളായി അസംബ്ലിയില്ല. മഴ നനഞ്ഞ് ഈറനായ കുപ്പായത്തിൻ്റെ തണുപ്പ് ഒന്നാമത്തെ പിരീഡ് മുഴുവൻ എന്നെ അലോസരപ്പെടുത്തി. അപ്പോൾ ഞാൻ അടുത്തിരുന്ന ചങ്ങാതിമാരുടെ അടുത്തേക്ക് പറ്റിയിരുന്നു. എം കൃഷ്ണദാസ്. കഴായ വെള്ളം പോവാനുള്ള ചെറിയ ചളി. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ല. നിങ്ങളുടെ രസകരമായ മഴക്കാല അനുഭവം പറയാനാണ്. അപ്പോൾ ഒരു മഴക്കാല അനുഭവം എഴുതാനാണ്. മഴ പ്രകൃതിയുടെ വരദാനമാണ്. മഴയത്ത് ഒരു ദിവസമെങ്കിൽ നന്നായി നനയുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. 5ാം ക്ലാസ് ജീവിതത്തിനിടയിലാണ് സംഭവം. പുതിയ സ്കൂളിൽ പോകുവാൻ പുത്തനുടുപ്പും കുടയും ബാഗുമായി ഞാൻ റെഡിയായി നിന്നു. പുത്തൻ കുട എടുത്തു വയ്ക്കാൻ പലതവണ ഓർത്തതാണ്, പക്ഷേ എടുക്കാൻ മറന്നു. ഇടവപ്പാതിലെ മഴ നനയുക, അതും അച്ഛനും അമ്മയും ഒന്നും അറിയാതെ. അത് എൻ്റെ സ്വപ്നമായിരുന്നു. പെട്ടെന്ന് കറുത്ത കാർമേഘങ്ങൾ മാനത്ത് നിറഞ്ഞു. ഇടിയും മിന്നലും എത്തി ചറപറ എന്ന് മഴ ആരംഭിച്ചു. മഴ നല്ലതുപോലെ നനഞ്ഞു. ടാറിടാത്ത വഴികളിലെ വെള്ളത്തിൽ കാൽ നനച്ചു. പുത്തൻ ഉടുപ്പാകെ നനഞ്ഞു. ചെളി തെറിപ്പിച്ച് ഞാൻ മഴയെ സ്വാഗതം ചെയ്തു. കണ്ടെത്തിൻ ചെരുവിലെ കൊച്ചു തോട്ടിൽ ഞാൻ ഇറങ്ങി. ഇടിയും മിന്നലും ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടതേയില്ല. എൻ്റെ ഹൃദയത്തിൽ തൊട്ട ആ മഴ അനുഭവത്തെ പിടിച്ചുടച്ചില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാൻ പോകുന്ന വഴക്കും ഞാൻ ഓർത്തില്ല. അപ്പോൾ ഒന്നും ഓർക്കാതെ ആ മഴയെ ആസ്വദിച്ചറിഞ്ഞ ഒരു അനുഭവമാണ്, ഒരു മാതൃകയാണ്. അപ്പം നിങ്ങളും ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ എഴുതുക. ഇനി നമുക്ക് അടുത്തത് വിശകലന കുറിപ്പ് ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. അനർഗളമായി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? തടസ്സം കൂടാതെ, ഇടയ്ക്കിടയ്ക്ക്, ശക്തിയായി. അപ്പോൾ അനർഗളം എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം കൂടാതെ എന്നാണ് അർത്ഥം. 1 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. ഈ ബി ക്വസ്റ്റ്യൻ ഒക്കെ 1 മാർക്കാണ്. അതേപോലെ നമ്മൾ ഈ അനുഭവക്കുറിപ്പ് വ്യക്തിപരമായ അനുഭവങ്ങൾ ചേർത്ത് വായനക്കാരെ സ്വാധീനിക്കുന്ന വിധത്തിൽ അവതരിക്കാൻ പറ്റിയ ശൈലിയും ഒക്കെ അനുഭവം പരമാവധി നമുക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, വിശകലന കുറിപ്പ് തയ്യാറാക്കുക. കൗമാരപ്രായക്കാരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. മിക്ക വീടുകളിലും ടെലിവിഷനുമുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വ്യാപകമായിട്ടുണ്ട്. ഇങ്ങനെ തങ്ങളുടെ ശ്രദ്ധയും സമയവും അപഹരിക്കാൻ ശേഷിയുള്ള പുതിയ വസ്തുക്കളുമായി ഹൃദയ സംബന്ധം പുലർത്തുന്നവർക്ക് പുസ്തകങ്ങളോട് പഴയ തലമുറയ്ക്ക് തോന്നിയതുപോലെയുള്ള ആഭിമുഖ്യം ഉണ്ടാവുക എളുപ്പമല്ല. പുസ്തകങ്ങൾ മാത്രം നൽകാൻ കഴിയുന്ന അനുഭവങ്ങളെയും അറിവിൻ്റെയും ലോകവുമായി ചെറിയ പ്രായത്തിൽ തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആജീവനാന്തം ആ ബന്ധം നിലനിൽക്കും. എൻ പ്രഭാകരൻ. പുതിയ തലമുറയെ വായനയെക്കുറിച്ച് അഭിപ്രായം വായിച്ചുവല്ലോ. ഈ അഭിപ്രായം വിശകലനം ചെയ്യുക.
ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പുഴ എന്ന പാഠഭാഗത്തിലെ ആ വാചകം ശ്രദ്ധിക്കൂ. പെൺകുട്ടികളും ആൺകുട്ടികളും കട്ടപ്പാരയും കൊട്ടയുമായി മരം മുരുളുകയെ പൊതിയുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? മരം മുരുളുകളുടെ വണ്ണവും നീളവും അളക്കാൻ, മരങ്ങളുടെ പുറംതൊലി അടർത്തിയെടുക്കാൻ, മരത്തടികളിൽ നമ്പർ കൊത്താൻ. എന്തിനായിരുന്നു അത്? മരങ്ങളുടെ പുറംതൊലി അടർത്തിയെടുക്കാൻ, മരങ്ങളുടെ പുറംതൊലി അടർത്തി എടുക്കാൻ. ഇനി നമുക്ക് വായനയുമായി ബന്ധപ്പെട്ട ഒരു വിശകലനക്കുറിപ്പ് നോക്കാം. ഇന്നത്തെ സമൂഹത്തിൽ വായന എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോണ് വായനയും തമ്മിലുള്ള സ്വാധീനം. അനാവശ്യ വസ്തു എന്ന് ഒരു കാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്ന മൊബൈൽ ഫോണുകൾ ഇന്ന് അത്യാവശ്യ വസ്തുക്കളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചില സന്ദർഭങ്ങളിലെങ്കിലും ഏറെ ഉപകാരപ്രദമായ ഈ ഉപകരണം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല. കൂട്ടുകാരെയൊപ്പം കളിച്ചും മരത്തിൽ കയറിയും പൂമ്പാറ്റകളെ പിടിച്ചും നടക്കുന്ന ഒരു ബാല്യകാലം നമ്മുടെ കുട്ടിയിൽ അന്യമായിരിക്കുന്നു. നല്ല പുസ്തകം നല്ല വഴി തുറക്കുന്നു. നല്ല വഴിയിലൂടെ നടന്നാൽ നന്നായി വളരും, വലുതാകും, മിടുമിടുക്കരാകും, ലോകത്തിൻ്റെ വിളക്കുകളാകും, വഴികാട്ടികളാകും, ആനന്ദത്തിൻ്റെ നിറകുടങ്ങളാകും. അപ്പോൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത് വിശകലനക്കുറിപ്പുണ്ട്, താരതമ്യക്കുറിപ്പുണ്ട്, അനുഭവക്കുറിപ്പുണ്ട്, അതേപോലെ പ്രകൃതിയുടെ വർണ്ണനയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്വന്തമായി നമ്മുടെ എഴുതാനും സ്വന്തമായ ഒരു ശൈലി രൂപീകരിക്കാനും അറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, അപ്പം സ്വന്തം അനുഭവം, ഒരു മഴയെക്കുറിച്ചുള്ള അനുഭവം എഴുതാനുണ്ടായിരുന്നു. താരതമ്യക്കുറിപ്പ് ആൻസർ പുറത്തു നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. ഓക്കെ, താങ്ക് യു.